ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ എംബ്രോയ്ഡറി ഡിസൈനാണ് കേട്ടോ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ക്ലോത്ത് സ്റ്റാൻഡിൽ ഫിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ത്രെഡും അതുപോലെ തന്നെ നീഡിലും എടുക്കാം കേട്ടോ. നീഡിൽ സ്ഥിരമായിട്ട് ഞാൻ ഈ ഒരു നീഡിലാണ് എംബ്രോയ്ഡറി ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിന് നമ്പർ ഇല്ല, പക്ഷെ നമ്മളിങ്ങനെ ഒരു പാക്കായിട്ട് നമുക്ക് എംബ്രോയ്ഡറി നീഡിൽസ് മേടിക്കാൻ കിട്ടും. അതിൽ ഏറ്റവും വലിയ നീഡിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് ഇത് 6 സ്റ്റാൻഡ്സിൽ ഈ ഒരു ത്രെഡ് ഇട്ടിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ത്രെഡ് എടുക്കുമ്പോൾ ആവശ്യത്തിന് നീളത്തിലെടുത്താൽ മതി, ഇല്ലെങ്കിൽ താഴേക്ക് അത് കെട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നെക്ക് സെൻറ്ററിൽ നിന്ന് 2 സൈഡിലേക്കും നിങ്ങൾക്ക് എത്ര വിഡ്ത്ത് വേണോ അത് പ്ലസ് ഒരു 1/2 ഇഞ്ചും കൂടി എക്സ്ട്രാ ഇട്ടിട്ട് മാർക്ക് ചെയ്യുക. അതായത് വിഡ്ത്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് വിഡ്ത്ത് വേണ്ടത് 3 ഇഞ്ചാണെങ്കിൽ 3.5 ഇഞ്ച് വേണം 2 സൈഡിലേക്കും മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ താഴേക്ക് എത്രയാണോ കറക്റ്റ് ലെങ്ത്ത് അതിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് താഴേക്കും കൂടുതൽ മാർക്ക് ചെയ്യണം. 5 ആണെങ്കിൽ 5.5 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്യണം. ഓക്കെ, എന്നിട്ട് നമ്മൾ നെക്ക് സാധാരണ മാർക്ക് ചെയ്യുന്ന പോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക, വി നെക്ക്. ഇനി നമ്മൾ ഈ ഒരു വി ഷേപ്പിൽ തന്നെയാണ് ഫ്ലവേഴ്സ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ഇത് വെച്ചിട്ട് റൗണ്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം അപ്പോൾ നമുക്കൊരു കറക്റ്റ് ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ചോക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോക്ക് വെച്ച് മാർക്ക് ചെയ്തത്, ഇല്ലെങ്കിൽ നമുക്കിങ്ങനെ മാർക്ക് ചെയ്യണമെന്നില്ല കേട്ടോ. ഇനി നമുക്കിതിൽ സ്റ്റിച്ച് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാനിതിൽ കൊടുക്കുന്നത് ലോങ് ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ചാണ്. സെൻറ്ററിൽ ഇതുപോലെ കുത്തിയെടുക്കുക, എന്നിട്ട് 2 വട്ടം ഒന്ന് നീഡിൽ ചുറ്റി കൊടുത്തിട്ട് നമ്മൾ ആ റൗണ്ട് ഇട്ടില്ല, ആ റൗണ്ടുമ്മേക്കായിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്തിട്ട് താഴേക്ക് ഇതുപോലെ ഒന്ന് എടുക്കുക. ഞാനിപ്പോൾ ഈ മെഷീൻമ വെച്ച് ചെയ്യുന്നത്, എനിക്കിവിടെ വീഡിയോ എടുക്കാൻ ഇതാണ് സൗകര്യം, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കയ്യിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എങ്ങനെയെങ്കിലും വെച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിൽ കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള പോലെ ഫീൽ ചെയ്യുന്നത് അത് ഞാൻ ഈ ഒരു പൊസിഷനിൽ വെച്ചിട്ടുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഞാൻ ഒരു ഫ്ലവർ ചെയ്യുന്നത് കംപ്ലീറ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഫുൾ ഫില്ല് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ, അല്ലെങ്കിൽ കുറേ ലാഗാവും വീഡിയോ. ഇപ്പോൾ നമ്മൾ സെൻറ്ററിൽ നിന്ന് ചുറ്റിനെ ആ റൗണ്ട് ചുറ്റിനെ ഈ ഒരു സ്റ്റിച്ച് ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്കിത് ഒരെണ്ണം വലുത് ഒരെണ്ണം ചെറുത് ഒരെണ്ണം വലുത് അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഇടയിലിടയിൽ ചെറിയ ചെറിയ റിംഗ് നോട്ട്സ് ആയിട്ട് കൊടുത്തിട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇത് ലോങ് ഫ്രഞ്ച് നോട്ടാണ്. റിംഗ് നോട്ട് കൊടുക്കണമെങ്കിലും ഇതേ മെത്തേഡിൽ ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഈ ഒരു റിംഗ് നോട്ട് അപ്പോൾ നമ്മൾ ഓരോ സ്റ്റിച്ചുകൾ പറയുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ക്ലാസ് കാണുന്നത്, അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എംബ്രോയ്ഡറിക്ക് വേണ്ടിയിട്ട് നമ്മൾ ബേസിക് ആയിട്ട് ക്ലാസ് ചെയ്തിട്ടുണ്ട്, പ്ലേലിസ്റ്റ് ഉണ്ട് അതിൻ്റെ. അപ്പോൾ അതൊന്ന് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് തൊട്ടിട്ട് അത്യാവശ്യം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റിച്ച് വരെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ കിട്ടും. അപ്പോൾ ഓരോ ഇതായിട്ട് കണ്ട് നോക്കിയിട്ട് സ്റ്റിച്ച് ബോർഡൊക്കെ സെറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും നോക്കാനും യൂസ്ഫുൾ ആയിട്ടുള്ള രീതിക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു വർക്ക് വരുന്നത് നെക്ക് പോർഷൻ്റെ അവിടെ നല്ല തിക്കായിട്ട് ഫ്ലവേഴ്സ് വരും. ഇത് നമ്മൾ അടുപ്പിച്ചടുപ്പിച്ച് കൊടുക്കുന്നതുകൊണ്ട് ആ നെക്കിൽ ഫുള്ളായിട്ട് നല്ല തിക്കായിട്ട് വരുന്ന ഒരു രീതിക്കാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ഒരു ഫ്ലവർ കംപ്ലീറ്റ് ആവുന്നുണ്ട് ഓൾമോസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ ചെറിയ ചെറിയ ഗ്യാപ്പുകൾ ഉണ്ട് ഇടയിലായിട്ട്, വേണമെങ്കിൽ അതും കൂടി ഫില്ലാവുന്ന രീതിയിൽ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ ചെറിയ ഗ്യാപ്പിൽ ചെയ്തിട്ട് ഒന്നില്ലെങ്കിൽ ഇതുപോലെ ഓരോന്നും കട്ട് ചെയ്തെടുക്കുക. അതല്ലെങ്കിൽ ഈ റൗണ്ടുകൾ അടുപ്പിച്ചടുപ്പിച്ചായതുകൊണ്ട് കട്ട് ചെയ്യണമെന്നില്ല, നമുക്ക് ഒരൊറ്റ ഇതിൽ ചെയ്ത് പോവാം. അപ്പോൾ ഞാനൊരു 4 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് നോക്കുമ്പോൾ ചെറിയൊരു ഷേപ്പ് വ്യത്യാസമൊക്കെ കാണാനുണ്ടാവും. ഞാനിത് രാത്രി ഇരുന്ന് ഒരു 11:30-12 മണി ആ ഒരു സമയത്തൊക്കെ ഇരുന്നിട്ടാണ് ചെയ്യണേ, അപ്പോഴാണ് വീഡിയോ എടുക്കണേ. അപ്പോൾ അതിൻ്റെ ഒരു ഇതും കൂടി ഉണ്ട്. അപ്പോൾ വേഗം ചെയ്ത് അവസാനിപ്പിക്കാൻ നോക്കുന്നത് കൊണ്ടുള്ളൊരു ഇതും കൂടി ഉണ്ട്. പിന്നെ ഞാനിതൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊരു ഇതിലാണ് ചെയ്യണേ, ഡ്രസ്സിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ അതിൻ്റെ ഒരു പെർഫെക്ഷൻ്റെ കുറവുണ്ടാവും. നിങ്ങൾ ചെയ്യുമ്പോൾ സമയമെടുത്ത് സാവധാനം നല്ല മെറ്റീരിയലൊക്കെ ചെയ്യുമ്പോൾ വേണം കേട്ടോ, അങ്ങനെ വേണം കേട്ടോ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ വി ഷേപ്പിൽ ഇത്രയും ചെയ്തെടുത്തിട്ടുണ്ട്. 2 സൈഡിലും 2 എണ്ണം വീതം കൂടി ഉണ്ട്. അതിനുള്ള ടൈം എനിക്കില്ല, അതുകൊണ്ട് ഞാൻ ഇത്രയും ചെയ്ത് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ മുഴുവനായിട്ടും ചെയ്തെടുക്കട്ടെ, അപ്പോഴാണ് അതിൻ്റെ ഭംഗി ഉണ്ടാവുക. പിന്നെ ഞാനിവിടെ അറേഞ്ചിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കട്ട് ചെയ്യുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതും ഏതാണെന്നൊന്ന് ഒരു ഐഡിയ വരണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ആദ്യം അറേഞ്ച് വിട്ടുണ്ടായിരുന്നില്ലേ അത്. അപ്പോൾ കട്ട് ചെയ്യേണ്ടത് ഈ ഒരു ഞാനിപ്പോൾ ടച്ച് ചെയ്തിട്ടില്ല, ഫസ്റ്റത്തെ ലൈനിൽ കൂടിയാണ് നമ്മൾ കട്ട് ചെയ്യുക. സ്റ്റിച്ച് ചെയ്യുന്നത് ഈ പൂവിന് അരികിൽ കൂടെ 1 സൈഡ് ഫൂട്ട് ഇട്ടിട്ട് വേണം നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ലൈനിങ് വെച്ച് അടിച്ച് മറയ്ക്കുകയോ അങ്ങനെ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വർക്കുള്ളത്.
അപ്പോൾ എംബ്രോയ്ഡറി ക്ലാസ് ഡീറ്റെയിൽഡായിട്ട് പഠിക്കാനായിട്ട് പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. താങ്ക്